തിരക്കുപിടിച്ച ജീവിതമായിരിക്കുന്നു സിബിയുടേത്. രാവിലെ 8:30 മണിക്ക് ഓഫീസിൽ എത്തണമെങ്കിൽ ഭവനത്തിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങണം. 4 മക്കളുള്ള ഈ കുടുംബനാഥൻ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളും ജോലിയുടെ ഭാരവുമൊക്കെ കൊണ്ട് ആകെ തിരക്കുപിടിച്ച ഒരു ജീവിതമായി. വൈകുന്നേരം തിരികെ വരുമ്പോഴാണ് ദിനപത്രം ഒന്ന് വായിക്കാൻ അല്പം സമയം കിട്ടുക. ഒരു ദിവസം അപ്രകാരം തിരഞ്ഞെടുപ്പിൻ്റെ ചൂടുള്ള വാർത്തകൾ ദിനപത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൻ വന്ന് പ്രോഗ്രസ് കാർഡ് ഒപ്പിടിപ്പിക്കുവാൻ സിബിയുടെ അടുത്ത് എത്തി. തൻ്റെ ദിനപത്ര വായനയിൽ നിന്ന് അധികം ശ്രദ്ധ മാറ്റാതെ ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുത്തു. മകനും സന്തോഷമായി. പപ്പ തൻ്റെ മാർക്ക് ഒന്നും വിശദമായി കണ്ടില്ലല്ലോ എന്ന്. അവൻ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ദിനപത്രം വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് മൂന്നാമത്തെ കൊച്ചുമകൾ സിബിയുടെ അടുത്തെത്തിയത്. പപ്പ, എൻ്റെ കാലിൽ ഒരു മുള്ള് തറച്ചതിൻ്റെ വേദന എനിക്കൊന്ന് മാറ്റിത്തരണം, മരുന്ന് പുരട്ടിത്തരണം. സിബി പത്രം മാറ്റിവെച്ച് കൊച്ചുമകളുടെ കാലിലെ ആ മുള്ളു തറച്ച ഭാഗം പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, മോള് ഇപ്പോൾ പോയിക്കോ, രാത്രി കിടന്നുറങ്ങുന്നതിന് മുൻപ് പപ്പ മരുന്ന് പുരട്ടിത്തരാം. അല്ലെങ്കിൽ ആ മരുന്ന് കാലിൽ മുറിവിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. പതുക്കെ കാലൊന്ന് തടയി കൊടുത്തിട്ട് മകളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ച് വീണ്ടും പത്രം വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് രണ്ടാമത്തെ മകൻ കണക്കിൻ്റെ ഒരു സംശയവുമായി വീണ്ടും സിബിയുടെ അടുത്തെത്തിയത്. ആൾജിബ്രയിലെ ആ സംശയം വായിച്ചു നോക്കി പരിഹാരം പറഞ്ഞതിന് ശേഷം അവനെയും പറഞ്ഞയച്ചു. വീണ്ടും പത്രം വായിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഏറ്റവും ഇളയ മകൻ സിബിയുടെ അടുത്തേക്ക് വന്നത്. പപ്പ, എനിക്ക് പപ്പയുടെ മടിയിലിരിക്കണം, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ അവൻ്റെ ആഗ്രഹം ഇതുമാത്രം, പപ്പയുടെ മടിയിലിരിക്കണം, പപ്പയോട് കൂടെ ആയിരിക്കണം. പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യഗ്രതകളിലും തിരക്കുകളിലും അല്പനേരം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന അവസരത്തിൽ പോലും മറ്റുള്ളവരുടെ സ്നേഹ സാന്നിധ്യം, സാന്ത്വന സാമീപ്യം ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് വരുന്ന ഭാഗമുണ്ട്. യഥാർത്ഥത്തിൽ യേശു ജെറൂസലേമിലേക്കാണ് പോകുന്ന യാത്രയുടെ മധ്യയിലാണ് മാർത്തയെയും മറിയത്തെയും സന്ദർശിക്കുക. ജെറൂസലേമിൽ തന്നെ പ്രതീക്ഷിച്ചിരിക്കുക പീഡാനുഭവങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ്. അങ്ങനെ ആ പോകുന്ന വഴി തൻ്റെ തിരക്കുകളുടെയും ത്യാഗത്തിൻ്റെയും മാർഗമധ്യേ അല്പനേരം ആശ്വാസത്തിനു വേണ്ടിയാണ് യേശു മാർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ വരിക. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളിൽ നാം ഈ ഭാഗം വായിച്ചു കേൾക്കും. മാർത്ത യേശുവിനെ സൽക്കരിക്കുവാനായി വിവിധ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ വിരുന്നൊരുക്കുകയാണ്. മറിയം യേശുവിൻ്റെ പാദാന്ത്യത്തിൽ കടന്നു ചെന്നിരുന്ന് ധ്യാനനിമഗ്നയായി അടുത്തിരിക്കുകയാണ്. യേശു മാർത്തയോട് പറയുന്നു, മാർത്ത മാർത്ത, നീ പലതിനെയും കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല.
മറിയം തിരഞ്ഞെടുത്ത ആ നല്ല ഭാഗം മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും ചെയ്യാതെ, മറ്റു വ്യഗ്രതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യേശുവിൻ്റെ പാദാന്തികത്തിൽ ഇരിക്കുക എന്നത് മാത്രമാണ്. സിബിയുടെ കൊച്ചുമകൻ പപ്പയുടെ മടിയിൽ വന്നിരുന്ന് ആ സാന്ത്വന സാമീപ്യം ആസ്വദിക്കുന്നത് പോലെയുള്ള ഒരനുഭവം യേശുവിൻ്റെ പാദാന്തികത്തിൽ വന്നിരുന്ന് മറിയം അനുഭവിക്കുന്നതും അതാണ്. ഒരുപക്ഷേ യേശുവിൻ്റെയും ജീവിതത്തിൽ ഈ ഒരു സ്നേഹസാമീപ്യം ആശ്വാസം കൊടുത്തിരിക്കാം. പ്രസിദ്ധ തത്വശാസ്ത്രജ്ഞനായ ബ്ലെയ്സ് പാസ്കാൽ ഇപ്രകാരം പറയുന്നുണ്ട്: all the troubles of life come upon us because we refuse to sit quietly for a while in our rooms എന്ന്. പലപ്പോഴും നമ്മുടെ കൊച്ചുമുറികളിൽ അല്പനേരം നിശബ്ദരായി ഇരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ അസ്വസ്ഥതയും പ്രശ്നങ്ങളും കടന്നു വരുന്നത് എന്ന് പാസ്കാൽ അഭിപ്രായപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലും ബദ്ധപ്പാടുകളുടെ ഇടയിൽ അല്പനേരം ശാന്തതയോടുകൂടി ഇരിക്കുവാൻ നമുക്ക് സമയമില്ല. അങ്ങനെ കൂടുതൽ അസ്വസ്ഥമായി മാറുന്നു നമ്മുടെ ഹൃദയവും മനസ്സും ജീവിതവുമെല്ലാം. പ്രസിദ്ധ പ്രഭാഷകനും ധ്യാനഗുരുവുമൊക്കെയായിരുന്ന ഫാദർ ആൻ്റണി ഡിമെല്ലോ തൻ്റെ വെൽ സ്പ്രിങ്സ് എന്ന പുസ്തകത്തിൽ കുറിച്ചിരിക്കുന്ന ഈ ഒരു വാക്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുക: യു ആർ മെയ്ഡ് ഹോൾ അഗൈൻ ഇൻ സൈലൻസ്. നിശബ്ദതയിലാണ് ആ പരിപൂർണതയിലേക്ക്, മനസ്സിൻ്റെ ആ ആശ്വാസത്തിലേക്ക് നിങ്ങളെ വീണ്ടും എത്തിക്കുക. പലപ്പോഴും ഈ ബഹളത്തിൻ്റെ ആധുനിക സംസ്കാരത്തിൽ ഈ നിശബ്ദതയും ശാന്തതയും സ്വച്ഛന്തതയുമൊക്കെ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്നു, നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മറിയത്തെ പോലെ യേശുവിൻ്റെ പാദാന്തികത്തിൽ നിശബ്ദയായിരുന്ന് ധ്യാനനിമഗ്നയായി ജീവിതത്തിൽ വലിയ ഒരു നിധി, ആശ്വാസത്തിന് നിധി അനുഭവിക്കുവാനുള്ള ക്ഷണം ഈ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യം നമ്മെ ക്ഷണിക്കുക. നിശബ്ദതയായി സ്വച്ഛന്തമായ ഒരു ജീവിതം നയിക്കുവാനുള്ള ക്ഷണം. ഇസ്യാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 55-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ഇപ്രകാരം ഒരു ക്ഷണം നൽകുന്നുണ്ട്. 55-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ: ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് നിങ്ങൾ അധ്വാനിക്കുന്നു? ദാഹാർത്തരെ വരുവിൻ, അതാണ് യഹോവയുടെ ക്ഷണം. പ്രത്യേകിച്ച് ബാബിലോൺ പ്രവാസത്തിൽ കാലത്ത് കഷ്ടതയിലും ത്യാഗത്തിലും ഉള്ള കഴിയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷണമാണത്. മരുഭൂമിയിൽ ഒന്നും സൗജന്യമല്ല. അങ്ങനെയുള്ള ആ സാഹചര്യത്തിലാണ് സ്നേഹമസൃണമായ ദൈവത്തിൻ്റെ ക്ഷണം. വരുവിൻ, നിങ്ങൾ ആശ്വാസം അനുഭവിക്കുവിൻ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അങ്ങനെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ അവസരത്തിൽ, ജീവിക്കുവാൻ മറന്നു പോകുന്ന അവസരങ്ങളിൽ വീണ്ടും ജീവൻ്റെ സ്പന്ദനങ്ങൾ അനുഭവിക്കുവാനുള്ള ക്ഷണമാണ് ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നിശബ്ദതയിൽ
ദൈവം നമുക്ക് സമ്മാനിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുക, ഞാൻ ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു, അത് സമൃദ്ധമായി നൽകുവാൻ. അങ്ങനെ യേശുവിനെ സമീപിക്കുന്നവർക്ക്, അവിടുത്തെ പാദാന്തികത്തിൽ നിശബ്ദതയോടുകൂടെ ശാന്തതയോടെ കഴിയുന്നവർക്ക് ഈ ജീവൻ്റെ സമൃദ്ധി അനുഭവിക്കാനാകും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം വായിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്നേഹത്തോടു കൂടിയുള്ള ഒരു ക്ഷണം, ആശ്വാസത്തിനു വേണ്ടിയുള്ള ഒരു സ്വാഗതം, അതാണ് കർത്താവ് നമുക്ക് സമ്മാനിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, വ്യഗ്രതകളിൽ ഈ ക്ഷണം സ്വീകരിക്കുവാൻ, അങ്ങനെ ഈ അസ്വസ്ഥതകൾ മാറ്റി ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ടുചെന്നെത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നാം നമ്മോട് തന്നെ പറയണം, ശാന്തമാകുകൻ മനമേ. ക്രിസ്തു നൽകുന്ന ആ ശാന്തത അനുഭവിക്കുവാനുള്ള അവസരം, അതാണ് മറിയം അനുഭവിച്ചത്. ആ പാദാന്ത്യത്തിലിരുന്ന് വീണ്ടും ആശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുക. പ്രസിദ്ധ പ്രഭാഷകനും എഴുത്തുകാരനും പ്രത്യേകിച്ച് ഷാലോം പ്രേക്ഷകർക്ക് ചിരപരിചിതനുമായ ബോബി ജോസ് കട്ടിക്കാട്ടിൻ്റെ കൂട്ട് എന്ന ഈ ഒരു പുസ്തകത്തിൽ ഈ ദൈവവുമായുള്ള സൗഹൃദ ബന്ധം, മറ്റുള്ളവരുമായി നാം കാത്തു സൂക്ഷിക്കേണ്ട ആ കൂട്ട്, അതിനെപ്പറ്റിയുള്ള പ്രതിപാദനമാണ്. അതിൻ്റെ 31-ാമത്തെ പേജിൽ അദ്ദേഹം ജപ്പാനിലെ ഒരു സംഗീതജ്ഞനെ പറ്റി വിവരിക്കുന്ന ഭാഗമുണ്ട്. അയാൾ വയലിൻ വായിക്കുമ്പോൾ അയാളുടെ ചങ്ങാതി ഇങ്ങനെ മിഴി പൂട്ടിയിരിക്കും. അയാൾ മലകളെക്കുറിച്ച് പാടുമ്പോൾ ചങ്ങാതി പറയും, ഉവ്, ഞാൻ ആ മലയിലൂടെ ഒഴുകുന്ന മന്ദമാരുതൻ, ആ കാറ്റിൻ്റെ തണുപ്പ് എനിക്ക് അനുഭവിക്കാനാവുന്നുണ്ട്. ഈ മനുഷ്യൻ മഴയെപ്പറ്റി പാടുമ്പോൾ ആ മഴയിൽ ഈ ചങ്ങാതി ഈറനായി നിൽക്കും എന്ന് ബോബിയച്ചൻ വിവരിക്കുന്നു. അങ്ങനെ ഈ സൗഹൃദത്തിൽ, ഈ ശാന്തതയോടുള്ള സമാഗമ മുഹൂർത്തങ്ങളിൽ പരസ്പരം ഈ ഒരു ആശ്വാസത്തിൻ്റെ, സ്വസ്ഥതയുടെ അനുഭവം ഓരോ വ്യക്തിക്കും സ്വന്തമായി തീരുന്നു. കൂട്ടുകാരൻ മരിച്ചു. ബോബിയച്ചൻ തുടർന്നെഴുതുന്നു, അന്നു തന്നെ ഗായകൻ തൻ്റെ വയലിൻ്റെ തന്ത്രികൾ പൊട്ടിച്ചു കളഞ്ഞു. പിന്നീട് ഒരിക്കലും അയാൾ പാടിയിട്ടില്ല. ഇന്നും ഉറ്റ സൗഹൃദങ്ങൾ ഉടഞ്ഞു പോകുമ്പോൾ തങ്ങളുടെ സംഗീത ഉപകരണങ്ങളുടെ തന്ത്രി പൊട്ടിക്കുക ആ നാട്ടിൽ ഒരു രീതിയാണത്രേ. ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതാണ്: സൗഹൃദമാണ് സർഗാത്മകതയുടെ ഊർജം. അങ്ങനെ പരസ്പരമുള്ള ബന്ധം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതലോടെ കാത്തിരിക്കുവാനുള്ള ആ ഒരു തീരുമാനം, അത് പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ടോം ജോസ് മങ്ങാട്ട് എഴുതുക, കൂട്ടുകൂടാൻ കൊതിക്കുകയും എന്നാൽ കൂട്ടുകളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിതമാണ് മനുഷ്യൻ്റേത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂട്ടത്തിൽ ചേരുവാനും കൂട്ടർക്കൊപ്പമായിരിക്കുമ്പോൾ ഒറ്റയാവാനും അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്ന പാവം ജീവികൾ. നമ്മുടെയും ജീവിതത്തിലെ അനുഭവം അതാണ്. നാം മറ്റുള്ളവരുമായുള്ള സൗഹൃദത്തിൽ, മറ്റുള്ളവരോട് കരുതലോടെ പെരുമാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ആശ്വാസവും അനുഗ്രഹവും നമുക്കും കൈവരിക്കുന്ന അനുഭവമുണ്ട്. ബോബിയച്ചൻ ഖലിൽ ജിബ്രാൻ്റെ
പ്രവാചകൻ എന്ന ആ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണി കൊടുക്കുകയും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കിട്ടിയ ഉത്തരമാണ് സ്നേഹിതൻ. കാളുന്ന വയറോടെ നിങ്ങൾ അവൻ്റെ ചാരത്ത് എത്തുന്നു, മനഃശാന്തിക്കു വേണ്ടി അവനെ തേടുന്നു. സ്വന്തം ആത്മാവിൻ്റെ അഗാധതയെ വർദ്ധിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊന്നും മൈത്രിയിൽ തിരയരുത്. ഏതെങ്കിലും കാരണം വച്ചുള്ള സ്നേഹമൊക്കെ ആരോ വലിച്ചെറിയുന്ന വലയാണ്. അതിൽ നഷ്ടം മാത്രം കുരുങ്ങുന്നു. അതിൻ്റെ തന്നെ നിഗൂഢതയുടെ ഇതൾ വിരിയുകയാണ് പ്രധാനം. നിന്നിലുള്ള ഏറ്റവും നല്ലതൊക്കെ അവന് സമ്മാനിക്കുക. ഹൃദയത്തിൻ്റെ വേലിയിറക്കങ്ങളെയും പ്രളയത്തെയും അവൻ ഒരുപോലെ അറിയട്ടെ. അങ്ങനെ ആ സുഹൃത്തുമായുള്ള സ്നേഹബന്ധം വഴി നമ്മെ ആശ്വാസത്തിലേക്ക്, അസ്വസ്ഥതകളകറ്റി ശാന്തതയിലേക്ക് നടത്തും. അതാണ് ഖലീൽ ജിബ്രാൻ ഈ പ്രവാചകൻ എന്ന പുസ്തകത്തിലെ ഈ കവിതയിലൂടെ പറഞ്ഞു വയ്ക്കുക. മറിയം യേശുവിൻ്റെ സമീപത്തിരുന്ന് ധ്യാന നിമഗ്നയായി സമയം ചെലവഴിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ അകറ്റി ആശ്വാസം ലഭ്യമാകുന്നു. യേശു പറയുന്നതാണ് മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈ ഭാഗം നമ്മോട് വിവരിക്കുന്നതിന് തൊട്ടു മുൻപ് നാം കാണുക നല്ല സമറിയാക്കാരൻ്റെ ഉപമയാണ്. തീർച്ചയായും യേശുവിൻ്റെ പാദാന്ത്യത്തിലിരുന്ന് ധ്യാനനിമഗ്നയായിട്ടുള്ള ഒരു ജീവിതം, പ്രാർത്ഥനാനിരതമായ ഒരു ജീവിതം, അതോടൊപ്പം തന്നെ പ്രധാനമുണ്ട് കർമ്മനിരതമായ ഒരു ജീവിതമെന്ന് മാർത്തായുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാകാം. അതേപോലെ തന്നെ ക്രിസ്തു ഏറെ വാഴ്ത്തുന്ന ആ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലും വിവരിക്കുന്നുണ്ട്. മറ്റുള്ളവരോടുള്ള കരുതൽ, മറ്റുള്ളവരോടുള്ള കാരുണ്യം, മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹപ്രകടനം, അതും ജീവിതത്തിൽ പ്രധാനമാണ്. എന്നാൽ ഈ തിരക്കുകളുടെയും വ്യഗ്രതകളുടെയും എല്ലാം ജീവിതത്തോടൊപ്പം തന്നെ നമ്മുടെയും ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള സ്നേഹവും കാരുണ്യവും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പരിഗണനയും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒരു കഥ ഓർത്തുപോവുകയാണ്. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ദേവാലയത്തിൻ്റെ മണിമന്ദിരത്തിൽ വളരെ അലൗകികമായ ഒരു മണിനാദം മുഴക്കുന്ന മണികളുണ്ടായിരുന്നു അത്രേ. പലപ്പോഴും നിരീശ്വരവാദികളുടെ അഭിപ്രായത്തിൽ ഈ മണികൾ മുഴങ്ങുക കാറ്റുകൊണ്ടാണെന്നാണ്. പക്ഷേ അവിടെയുള്ള ഭക്തജനങ്ങളും വിശ്വാസികളും മനസ്സിലാക്കിയിരുന്നത് ഏതെങ്കിലും വ്യക്തി മറ്റുള്ളവർക്ക് കാരുണ്യത്തിൻ്റെ ഒരു പ്രകടനം, സ്നേഹത്തിൻ്റെ ഒരു സാന്ത്വനം പകർന്നു കൊടുക്കുമ്പോൾ ഈ മണി സാവധാനം അടിക്കും. അത് ആ ഗ്രാമവാസികൾക്കെല്ലാം സ്വർഗസുന്ദരമായ ഒരു സംഗീതധാര അനുഭവമായി മാറും. ഒരിക്കൽ പൗലോ എന്നും പീറ്റർ എന്നും പറയുന്ന 2 സഹോദരങ്ങൾ ഒരു ക്രിസ്മസ് രാത്രിയിൽ അവരുടെ വീട്ടിൽ നിന്നും ദേവാലയത്തിലേക്ക്, ഈ കുന്നിൻ്റെ മുകളിലേക്കുള്ള ദേവാലയം ലക്ഷ്യമാക്കി നടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഏറെ കൊടും തണുപ്പുള്ള ആ പാതിരാവിൽ അവർ സ്വന്തം ഭവനത്തിൽ നിന്ന് സാവധാനം ഒരുമിച്ച് നടന്നു പോകുമ്പോൾ തെരുവോരത്ത് അതാ ഒരു സ്ത്രീ വീണ് അവശയായി കിടക്കുന്നു. അവർ 2 പേരും ഈ സ്ത്രീയെ ആശ്വസിപ്പിക്കുവാനും പരിചരിക്കുവാനും തുടങ്ങി. അവർ ആ തണുപ്പിൽ കൊടും മഞ്ഞിൽ വിറക്കുകയാണ്. പൗലോയും പീറ്ററും ഈ സ്ത്രീയെ പരിചരിക്കുവാൻ വേണ്ടി നിന്നു. അപ്പോഴാണ് ദേവാലയത്തിൽ നിന്നും 3-ാമത്തെ മണി ആരാധന ആരംഭിക്കുവാനുള്ള മണിനാദം ഉയരുന്നത്. അങ്ങനെ പീറ്റർ പൗലോനോട് പറഞ്ഞു, നീ ദേവാലയത്തിൽ പോയിക്കൊള്ളുക, ഞാൻ ഈ
സ്ത്രീക്ക് കൊണ്ടുപോയി പരിചരിച്ചു കൊള്ളാം. ഈ വൃദ്ധയായ സ്ത്രീയെ ഒറ്റയ്ക്ക് ഇവിടെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അപ്പോൾ അനുജൻ പറഞ്ഞു, ചേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലത്, ഞാൻ ചേട്ടനെ സഹായിക്കാം. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, സാരമില്ല, നീ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊള്ളുക. പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ നാണയത്തൊട്ട് അവൻ്റെ കൈവശം കൊടുത്തിട്ട് പറഞ്ഞു, ദിവ്യ പൈതലിൻ്റെ മുൻപിൽ നേർച്ചയായി ഈ നാണയത്തൊട്ട് നീ നിക്ഷേപിക്കുക. അങ്ങനെ അനുജൻ ദേവാലയത്തിൽ പോകുമ്പോൾ ഈ വൃദ്ധയായ സ്ത്രീയെ പരിചരിക്കുകയും തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയുമൊക്കെ ചെയ്യുന്നു ജ്യേഷ്ഠൻ. ദേവാലയത്തിൽ ആരാധന നടന്നു, തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾ നടന്നു. അതിനവസാനം പലരും കൊണ്ടുവന്ന് ആ ദിവ്യ പാദാന്തികത്തിൽ വലിയ വലിയ കാഴ്ചകളും നേർച്ചകളും സമ്മാനങ്ങളുമൊക്കെ നൽകി. ആ വാണിരുന്ന രാജാവ് വേഷപ്രച്ഛന്നനായി വന്ന് തൻ്റെ കിരീടം തന്നെയാണ് ദിവ്യ മുൻപിൽ സമർപ്പിച്ചത്. അപ്പോൾ അവരെല്ലാവരും, അദ്ദേഹവും പ്രതീക്ഷിച്ചു ഈ മണി വീണ്ടും മുഴങ്ങും, ആ സ്വർഗീയ സംഗീതം പൊഴിക്കും എന്ന്. പക്ഷേ മണി മാത്രം മുഴങ്ങിയില്ല. വീണ്ടും സാവധാനം ആ ദേവാലയത്തിൽ നിന്നുള്ള ആളുകളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഈ അനുജൻ ദേവാലയത്തിൽ ഈ ദിവ്യ സമീപത്തേക്ക് വന്ന് ജ്യേഷ്ഠൻ കൊടുത്ത ആ ഒരു നാണയത്തൊട്ട് കൊടുത്തു. നാണയത്തൊട്ട് ആ ദിവ്യ പാദത്തിൽ സമർപ്പിച്ചു. അവൻ തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിച്ചു. വഴിയരികിൽ കിടന്നിരുന്ന ആ വൃദ്ധയായ സ്ത്രീയെയും അനുസ്മരിച്ചു. ആ നിമിഷം ദേവാലയ മണിമന്ദിരത്തിൽ നിന്നും മണികൾ സാവധാനം മുഴങ്ങുവാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുത്തതിൻ്റെ, മറ്റുള്ളവരോട് കാരുണ്യം കൊടുത്തതിൻ്റെ കാഴ്ച ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ അത് ചെറിയ നാണയത്തൊട്ടാണെങ്കിലും ആ സമയത്ത് സ്വർഗത്തിൽ നിന്നുള്ള കൃപാവരത്തിൻ്റെ മണിനാദം മുഴങ്ങുന്നു. ഇതാണ് ഓരോ മനുഷ്യനും ആശ്വാസത്തിൻ്റെ മണിനാദം. യേശുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് മറിയം ചിലവഴിച്ച ആ സമയം തൻ്റെ അസ്വസ്ഥത അകറ്റി ആശ്വാസം സിദ്ധിച്ച അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കാരുണ്യത്തോടെ പരിചരിക്കുമ്പോൾ, സാന്ത്വനത്തോടുകൂടെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതും ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവിതത്തിൽ ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ കൊണ്ടുവന്നു തരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം, പ്രത്യേകിച്ച് ഈ ബഹളത്തിൻ്റെ സംസ്കാരത്തിൽ, ഈ ഒച്ചപ്പാടിൻ്റെ കാലഘട്ടത്തിൽ ആശ്വാസത്തിൻ്റെ കണികകൾ ജീവിതത്തിലേക്ക് ലഭ്യമാക്കുവാൻ നമുക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടത്താം. യേശുവിൻ്റെ പാദാന്തികത്തിൽ ശാന്തതയോടെ ഇരിക്കുവാനും മറ്റുള്ളവർക്ക് ആശ്വാസമായി ജീവിക്കുവാനും കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവിതത്തിലെന്നും പ്രവർത്തിച്ചുകൊണ്ട് ഈ സ്വർഗീയ സംഗീതം സ്വന്തമാക്കുവാനും പരിശ്രമിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയസുതനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഞങ്ങളെ സ്നേഹത്തിൻ്റെ പുതിയ ഒരു അനുഭവത്തിലേക്ക്, സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനാണ്. ആ യേശുവിൻ്റെ ധ്യാനത്തിൽ, യേശുവിൻ്റെ ശാന്തിയിൽ ഞങ്ങൾ ഇരിക്കുവാൻ വേണ്ട വരം നൽകണമേ. അതോടൊപ്പം തന്നെ നല്ല സമരിയാക്കാരനെ പോലെ മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട്, കാരുണ്യത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നുകൊണ്ട് ഞങ്ങളുടെയും ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനും ഇടയാക്കണമേ. അങ്ങനെ ആധുനിക കാലഘട്ടത്തിൽ അങ്ങയുടെ ശാന്തിയും സ്നേഹവും അനുഭവിക്കുവാൻ വരമേകണമേ. പ്രിയമുള്ളവരെ, എല്ലാ തിരക്കുകളുടെയും പ്രാരാബ്ധങ്ങളുടെയും ഇടയിൽ അല്പനേരം നിശബ്ദതയിലിരിക്കാൻ പരിശ്രമിക്കാം, ശാന്തമാകുവാൻ പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ കരം മറ്റുള്ളവർക്കായി നീട്ടിക്കൊണ്ട് ജീവിതത്തിൽ
സ്വർഗീയ സ്പന്ദനം അനുഭവിക്കുവാനും നമുക്കിടയാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.